ശിവായ. പതി പരമേശ്വരായ നമോ നമ. സ്വാമിൻ, ഹേ അന്തർയാമി, നേത്രങ്ങൾ തുറന്നാലും. ഹേ ഭൂതനാഥ, ഹേ ജഗത്പതേ, ദയവായി നേത്രം തുറന്നാലും. ഹേ മഹാദേവ, ഹേ ശിവശങ്കര, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാലും. ഹേ മഹേശ്വര ഉണർന്നാലും, ഹേ ശിവശങ്കര ഉണർന്നാലും, ഹേ മഹേശ്വര ഉണർന്നാലും, ഹേ ശിവശങ്കര ഉണർന്നാലും, ഹേ പരമേശ്വര ഉണർന്നാലും. അവിടുത്തെ ലീലകൾ വിചിത്രം തന്നെ പ്രഭോ. പറയൂ ദേവി, എന്റെ ലീലകൾ എങ്ങനെയാണ്? അപാരങ്ങളാണ്, അവയ്ക്ക് അതിരുകളേയില്ല. അവിടുത്തെ ലീലകളെ അറിയുക എന്നത് ആരാലും സാധ്യമല്ല. ഇന്നുവരെ ആരും അറിഞ്ഞിട്ടില്ല, ഇനി അറിയുകയുമില്ല. അങ്ങയുടെ ലീലയ്ക്ക് വശമതരായി ഞങ്ങളെല്ലാം വിസ്മരിച്ചു പോകുന്നു. അങ്ങേ ഇവിടെ കാണാതെ ഞങ്ങൾ പരിഭ്രാന്തരായിത്തീരുന്നു. അങ്ങ് സ്വയം ശക്തിരൂപിണിയല്ലേ പാർവതി? നാം ഇവിടെ ഉണ്ടാകുന്നതും ഇല്ലാതിരിക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസം? ദേവി സ്വയം പൂർണ്ണയാകുന്നു. നമ്മുടെ ഏത് ഗതിവിഗതികളാണ് ദേവിക്ക് അന്യമായിട്ടുള്ളത്? അല്പം പ്രയത്നിക്കുകയാണെങ്കിൽ എല്ലാം സ്പഷ്ടമായി അറിയാനാകുമല്ലോ. എല്ലാ ദൃശ്യങ്ങളും തെളിഞ്ഞു വരും. നാരായണ നാരായണ. വരണം നാരദ, പറയൂ, എന്തുണ്ട് വാർത്തകൾ? ഭഗവൻ, വാർത്തയല്ല, പ്രശ്നങ്ങളാണുള്ളത്. പ്രശ്നങ്ങൾ. പ്രശ്നമോ? അതെ ദേവി. പരമേശ്വര, അങ്ങ് അവധൂതീശ്വരനായി ദേവരാജൻ ഇന്ദ്രന്റെ ബുദ്ധിയെ യഥോചിത സ്ഥാനത്ത് അവരോധിച്ചുവല്ലോ. പക്ഷെ അങ്ങയുടെ ലലാടാഗ്നി കൊണ്ട് ജലന്ധറിന് ജന്മം നൽകി. ദേവരാജൻ ഇന്ദ്രന് സങ്കടത്തിന് വഴി തെളിച്ചുവല്ലോ അങ്ങ്. ഇനി എന്തു ചെയ്യും? നടക്കുന്നത് വിധിവിഹിതം തന്നെയാകും ഭഗവാൻ. ജലന്ധരൻ വിശ്വവിജയത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. അവന്റെ ആ ലക്ഷ്യം സഫലമാകുമെന്നുണ്ടോ? അവൻ പരാജയപ്പെടുവാൻ വല്ല കാരണവും താങ്കൾക്കറിയാമോ നാരദ? ഇല്ല ഭഗവാൻ, ഇല്ല. എനിക്കറിയുമായിരുന്നു എങ്കിൽ ഈ ചോദ്യവുമായി ഞാൻ ഇവിടെ വരുമായിരുന്നു. നാരായണ നാരായണ. ഒരു കാര്യം എനിക്കറിയാം. ജലന്ധരൻ അവധൂതന്റെ ക്രോധജ്വാലയിൽ നിന്ന് ജനിച്ചവനാണെന്ന്. അപ്പോൾ അവൻ അവധൂതപുത്രനാണെന്ന്. അതായത് അവൻ അത്യധികം ശക്തിമാനാണെന്ന്. അവന്റെ ശരീരത്തിന് അതുല്യ ബലമുണ്ട്. അതിനാൽ അവൻ വിജയിക്കുവാനുള്ള സാധ്യതയും അധികമാണ്. നാരദ, ജഗത്തിലെ സാധാരണ ജീവികളെ പോലെ നിനക്കും ഭ്രമം തോന്നുന്നോ? ശരീരത്തിന് ബലമുണ്ടായാൽ വിജയം സുനിശ്ചിതം തന്നെയാണ് നാരദ. ശരീരബലം കൊണ്ട് നേടുന്ന സാഫല്യം അഥവാ വിജയം നേടിയാൽ തന്നെ അത് ക്ഷണികം മാത്രമായിരിക്കും. നിത്യസാഫല്യവും വിജയവും ആത്മബലത്താലാണ് കൈവരിക്കുക. അസുരരാജൻ ജലന്ധരൻ ജയിക്കട്ടെ! അസുരരാജൻ ജലന്ധരൻ ജയിക്കട്ടെ! അസുരരാജൻ ജലന്ധരൻ ജയിക്കട്ടെ! ദൈത്യരാജൻ ജലന്ധരൻ ജയിക്കട്ടെ! അസുരരാജൻ ജലന്ധരൻ ജയിക്കട്ടെ! അസുരരാജൻ ജലന്ധരൻ ജയിക്കട്ടെ! അസുരരാജൻ ജലന്ധരൻ ജയിക്കട്ടെ! ദൈത്യരാജൻ ജലന്ധരൻ ജയിക്കട്ടെ! പ്രിയ അസുരന്മാരെ, ഭഗവാൻ ശിവന്റെ കൃപ കൊണ്ട് ഏറെക്കാലത്തിന് ശേഷം നമുക്ക് അസുരന്മാരുടെ സമ്രാട്ടായി ദൈത്യരാജൻ ജലന്ധരൻ ലഭിച്ചു. ശിവകൃപയും നിങ്ങളുടെ സഹായവും തന്റെ ബാഹുബലവും കൊണ്ട് ദൈത്യരാജൻ ജലന്ധരൻ വേഗം തന്നെ പൃഥ്വി, സ്വർഗം, പാതാളം ഇവിടെയെല്ലാം ദൈത്യന്മാരുടെ അധികാരം സ്ഥാപിക്കും. അതിന് സമസ്ത അസുരഗണങ്ങളുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു. എങ്കിലേ 3 ലോകങ്ങളിലും അധികാരം സ്ഥാപിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഗുരുദേവ, ദൈത്യരാജനോടൊത്ത് ഞങ്ങളുമുണ്ട്. ഞങ്ങളുടെ സഹായം സർവദാ ലഭ്യമായിരിക്കും. 3 ലോകങ്ങളിലും അസുരാധിപത്യം സ്ഥാപിക്കുവാൻ ഞങ്ങൾ ഉത്സുകരാണ്. ഞങ്ങൾ ദൈത്യരാജൻ ജലന്ധരനെ സർവദാ സഹായിക്കുന്നതാണ്. തീർച്ചയായും നാം നമ്മുടെ സേനയെ അസുരരാജൻ ജലന്ധരന്റെ അധീനത്തിലാക്കും. ത്രിലോക വിജയത്തിന് നമ്മുടെ സഹകരണവും സഹായവും സദാ ലഭിക്കും. എന്റെ ദൈത്യസേന ദൈത്യരാജൻ ജലന്ധരന്റെ സ്വന്തം സേനയായി മാറിയിരിക്കും. യുദ്ധരംഗത്തിൽ ദൈത്യരാജന്റെ സുരക്ഷയുടെ ചുമതല എന്റേതാണ്. നന്ദി ദൈത്യശ്രേഷ്ഠരെ.
നന്ദി കാലനേമി. ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. താങ്കളുടെയും സമസ്ത അസുരന്മാരുടെയും സഹായത്തിന് ഞാൻ നന്ദിയുള്ളവനായിരിക്കും. മഹാബലി ജലന്ധരന് പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങളുടെ വിശ്വാസവും ദൃഢനിശ്ചയവും മഹാബലി ജലന്ധരൻ അസാമാന്യ ശക്തി പകർന്നു തരുമെന്ന്. സമസ്ത ദേവന്മാരുടെയും ശക്തി നമ്മുടെ മുന്നിൽ നിഷ്പ്രയോജനമാകുമെന്ന് ഞാനിതാ വാക്കു തരുന്നു. നിങ്ങളുടെ സഹായത്തോടെ മഹാബലി ജലന്ധരൻ താമസിയാതെ ത്രിലോകങ്ങളിലും അധികാരം കൈയടക്കും. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സ്വാമി, സ്വാമി, ഇതാരുടെ ശബ്ദമാണ് സ്വാമി? ഇത് കൈലാസത്തിൽ മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. നാരീകണ്ഠത്തിൽ നിന്ന് വരുന്ന ഈ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ഗംഭീരനാദം നിരന്തരം കർണപുടങ്ങളിൽ പതിക്കുന്നു. ദേവി പാർവതി, നീ ഒരുമിച്ച് അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നു. നീ സ്വയം അവയ്ക്ക് ഉത്തരവും നൽകിയിരിക്കുന്നു. ശബ്ദം ആരുടെയാണ്? അത് ദേവി സ്വയം അറിഞ്ഞു കഴിഞ്ഞല്ലോ. നാരിയുടെ കണ്ഠത്തിൽ നിന്ന് ഉത്ഭവിച്ച സ്വരം ഒരു നാരിയുടേത് തന്നെയാകും. പഞ്ചാക്ഷരി മന്ത്രം കൊണ്ടുള്ള ഈ പ്രാർത്ഥനയിൽ നിന്ന് അതും സ്പഷ്ടമായി കഴിഞ്ഞു. അവർ ഒരു ശിവഭക്തയാണെന്ന്. പക്ഷേ പ്രഭോ, ശിവാരാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നാരി ആരാണ്? അവളുടെ ഭക്തിവിശേഷത്തിന്റെ തരംഗങ്ങൾ കൈലാസത്തിലെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുവല്ലോ. അവൾ അസുരവംശത്തിലെ കന്യകയാണ്, അസുരരാജന്റെ പുത്രി. അസുരവംശത്തിലെ കന്യക? എന്നിട്ടും ശിവഭക്തിയോ? അതെ, അവളുടെ ശരീരം അസുരകുലത്തിൽ ജനിച്ചിരിക്കാം. പക്ഷേ അവളുടെ ആത്മാവ് ജന്മജന്മാന്തരങ്ങളുടെ ശിവഭക്തിയിൽ മുഴുകി ശിവമയമായിരിക്കുന്നു. ഇത്തരം നിരന്തര ഭക്തരുടെ ഭക്തി നിർഭര സ്വരം കൈലാസത്തിലെന്നല്ല സമ്പൂർണ്ണ ജഗത്തിനെയും ബ്രഹ്മാണ്ടത്തെയും പ്രകമ്പനം കൊള്ളിക്കാൻ കെൽപ്പുള്ളതാണ് ദേവി. പ്രഭോ, അങ്ങ് ഇത്രയെല്ലാം പറഞ്ഞു. പക്ഷേ എന്റെ മുഖ്യ ചോദ്യം ഇപ്പോൾ കൂടിയും അവശേഷിക്കുന്നു. ഈ അസുര കന്യകയുടെ പേരെന്താണ്? വൃന്ദ. വൃന്ദ? നല്ല നാമധേയം. ഭക്തിയുടെ കാര്യത്തിലും അത്യുത്തമം. ഈ ശിവഭക്തിയായ കന്യകയെ ദർശിക്കുവാൻ ഞാൻ ഉത്സുകയാണ് സ്വാമിൻ. അവളുടെ ആരാധനയ്ക്ക് പ്രത്യുപകാരം നൽകുവാൻ അങ്ങ് പോകേണ്ടതല്ലേ? അതായത് ദേവിയും കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. അതെ സ്വാമിൻ. പക്ഷെ നാം അവിടെ പോകുന്നില്ല. അതെന്തുകൊണ്ട് പ്രഭോ? ഇത്രയും ഭക്തിനിഷ്ഠയോടെ തന്മയീഭാവത്തിൽ അവൾ അങ്ങേ ആരാധിക്കുകയാണ്. അവിടുന്ന് അതിൽ പ്രതികരിക്കുകയില്ലേ? നാം ഇപ്പോൾ പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യമില്ല ദേവി. കാരണം നമ്മുടെ പൂജാഭക്തിയിൽ നിമഗ്നയായ ഈ കന്യക നമ്മുടെ പ്രതിരൂപം ശിവലിംഗത്തിന്റെ ആരാധനയിൽ തന്നെ സംതൃപ്തിയായിക്കൊള്ളും. എനിക്ക് തോന്നുന്നു ദേവി, ഇപ്പോൾ അവിടുത്തെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചുവെന്ന്. ഇല്ല സ്വാമിൻ, ഒരു ചോദ്യം അവശേഷിക്കുന്നു. അതും ചോദിക്കൂ. അസുരകുലത്തിൽ ഹിംസ, ക്രൂരത, അനാചാരം, അത്യാചാരം, ഹത്യ, അപഹരണം എന്നീ വൃത്തികളല്ലേ പ്രചാരത്തിലുള്ളത്? അപ്പോൾ ഇങ്ങനെ ഭക്തിഭാവമുള്ള കന്യകയുടെ ജനനം ഒരു ഭക്ത കുടുംബത്തിൽ ഉണ്ടാകാതെ ഈ അസുരകുലത്തിൽ എന്തുകൊണ്ട് പ്രഭു? പ്രകൃതിയിൽ സന്തുലനം നിലനിർത്തേണ്ടത് ആവശ്യമാണ് ദേവി. അസുരകുലത്തിൽ താമസിക വൃത്തി ഹിംസാത്മക പ്രവൃത്തികളും പോഷിപ്പിക്കപ്പെടുന്നു. ദുർവൃത്തികൾ സീമയിൽ നിന്ന് അധികരിച്ചു തുടങ്ങുന്നു. ആ സമയം ആസുരവൃത്തന്മാരുടെ തമോ ഗുണത്തിന് വിരാമം ഇടാനും അവരുടെ ദുഷ്കർമ്മങ്ങളും ദുരാചാരങ്ങളും അവസാനിപ്പിക്കാനും വേണ്ടി അവരുടെ ദുഷിച്ച ബുദ്ധിയെ സുബുദ്ധിയുടെ ദിശയിലേക്ക് നയിക്കാനുമായി അവരുടെ കുലത്തിൽ സാത്വിക വൃത്തിയുള്ളവർ ജനിക്കുക ഒരു പ്രകൃതി നിയമമാണ്. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ദേവി? ഇല്ല പ്രഭു. അത്ഭുതമായിരിക്കുന്നു അസുരകുലത്തിൽ ഈ കന്യക വൃന്ദ.